മൈസൂര് വന്നിട്ട് നീ ഇവിടുത്തെ ഭാഷ പഠിച്ചോ? ഈ ഗുലു ഗുലു ഗുലു. ആ കുഴപ്പമില്ല, ഇപ്പൊ ശരിയായി. ആദ്യം വലിയ പാടായിരുന്നു. നീ വന്നിട്ടിപ്പോ 2 മാസമാവുന്നു അല്ലടാ? ആ കഴിയുന്നു. ആദ്യമേ ഞാൻ അതിന്റെ ഉള്ളിൽ വരുന്നത്. ഞാൻ വരുമ്പോഴേ ഇത് തുറക്കാറുള്ളൂ. താക്കോൽ എന്റെ കയ്യിലാ. മുഴുവനും പൊടിയാ. ബാംഗ്ലൂർ നേരെ വിട്ടിങ്ങി പോരുമായിരുന്നോ? ആ, ഒറ്റയടിക്ക്. പിന്നല്ലാതെ വഴിക്ക് മാണ്ടിയുടെ അടുത്തെടുത്ത് നിർത്തി ഒരു 10 തട്ടുദോശ അടിച്ചു. ആ എന്നിട്ടായിരുന്നോ? അത് ചുമ്മാ മമ്മയുടെ ഒരു സന്തോഷത്തിനെ. സന്തോഷത്തിനോ? ഞാനിപ്പോ വഴിയിൽ നിന്ന് വല്ലതും കഴിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഇവിടെ ഇപ്പൊ എന്തായിരുന്നേനെ സീനെന്നാ. എന്നെ ഇന്ന് ഉറക്കത്തില്ലായിരുന്നു. റീത്തമാവിക്ക് എപ്പോഴും സങ്കടമാണ് സോളമിച്ചന്റെ കാര്യത്തില്. മമ്മി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ ഇട്ടേച്ച് അങ്ങും ഇങ്ങും പോയി കിടക്കുന്നു പറഞ്ഞ എപ്പോഴും വിഷമമാണ്. ഞാൻ വെറുതെ അങ്ങും ഇങ്ങും പോയി കിടക്കുകയല്ലോ, അവിടെ സുഖമായിട്ട് ജോലി ചെയ്ത് ജീവിക്കല്ലേ. ഓ എന്തോ ജോലിയാ? ഇവിടെ താമസിച്ചുകൊണ്ട് മാസത്തിൽ 1-2 തവണ പോയി നോക്കി ഒരു സൂപ്പർവിഷൻ നടത്തിയാൽ മതി എന്നാണല്ലോ റീത്തമാവി പറയുന്നത്. സോളമിച്ചാന്റെ ഫാർ അങ്ങനെയല്ലായിരുന്നു ചെയ്തോണ്ടിരുന്നേ? എല്ലാം പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നു. കുഞ്ഞേ, അങ്ങനൊന്നും ചെയ്താൽ ശരിയാവില്ല. 56 ഏക്കറിലാ ഞാനിപ്പോ അവിടെ മുന്തിരിയായിട്ടിരിക്കുന്നത്, അറിയോ? 56 acres ഓഫ് വൈൻ യാർഡ്സ്. മുളകും മൽബറിയും പാഷൻ ഫ്രൂട്ടും ചോളവും ഒക്കെ അത് വേറെ. ഒരാൾ അവിടെ ത്രൂ ഔട്ട് നോക്കാൻ കടന്നില്ലേൽ ഒരു കാര്യമില്ല. അതിനേക്കാൾ കൃഷി ചെയ്യാതിരിക്കുന്നതല്ലേ. അപ്പന്റെ കാലത്തെന്ന് പറഞ്ഞാൽ അത് കാലം വേറെ. ഇന്നിപ്പോ തൊഴിലാളികൾ മാറി. കേരളത്തിലെ പോലെ ഇല്ലേലും ഇവിടെയും യൂണിയനും വേജ് ബോർഡും ഒക്കെ സ്ട്രോങ് തന്നെ. പിന്നെ മമ്മയോട് ചോദിക്കേ, അപ്പന്റെ കാലത്ത് കിടന്ന പോലാന്നോ ഇപ്പൊ ആ മുന്തിരിത്തോട്ടങ്ങൾ കിടക്കുന്നതെന്ന്? സ്റ്റൈലാണോ? പിന്നെ നീ വന്നൊന്ന് കാണ്. ഞാനിതൊരു വൈൻ യാർഡ്സ് കണ്ടിട്ടില്ല. ഭയങ്കര റൊമാൻറ്റിക് കൺസെപ്റ്റ് ഒക്കെയാ. പക്ഷെ കൃഷി ചെയ്തെടുക്കാൻ, കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാൻ ഇതിനേക്കാൾ എളുപ്പമാണെന്നാ തോന്നുന്നു. എന്താ വെളുപ്പിക്കാൻ തന്നെയാണോ പരിപാടി? കിടക്കുന്നില്ലേ? ഇല്ല. ആന്റെ പിന്നെ ഉറക്കം വരും. ഏയ്, മമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ലേ മമ്മയെ കൂടെ ഇങ്ങനെ വന്നിരിക്കേ, നമുക്ക് എല്ലാവർക്കും കൂടെ ഇന്ന് ഉറക്കം ഒഴിക്കാം. പിന്നൊരു കാര്യം, നേരം വെളുക്കുന്നതിന് മുമ്പേ സ്ഥലം വിട്ടേക്കരുത്. വെളുപ്പാൻ കാലത്ത് വണ്ടി എടുത്തോണ്ട് ഒരു പോക്കുണ്ട് നിനക്ക്. അത് പറ്റുകയില്ല. എനിക്ക് നിന്നോട് വളരെ കാര്യമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അയ്യോ പോകുന്നില്ല മമ്മ. ആ ഗുഡ് നൈറ്റ്. മമ്മയ്ക്ക് എപ്പോഴും പേടിയാ ഞാൻ രാത്രി തന്നെ സ്ഥലം വിട്ട് കളയോന്ന്. അതെപ്പോഴും അങ്ങനെ ചെയ്തിട്ടല്ലേ? വെളുപ്പാൻ കാലത്തെ കാറ്റും കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ എന്ത് സുഖമാണെന്നോ. ഇന്നും പോവോ? ഏയ്, നീ ഇവിടെ ഇല്ലേ, അതുകൊണ്ട് പകല് ബോറടിക്കല. ഞാനും മമ്മയും മാത്രമായിട്ട് എത്ര നേരം എന്തോ പറയാനാ.